നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ആക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം മെയിൻ പരിപാടി ആദ്യം ചായയോ കോഫിയോ ഒക്കെ കുടിച്ചതിന് ശേഷം നമ്മുടെ പർച്ചേസിങ്ങിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്ഥിരം വരുന്ന നമ്മുടെ വെജിറ്റേറിയൻ ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ തന്നെയാണ് ഇപ്പോഴും വന്നേക്കുന്നത്. നമ്മളിവിടെ വേറെ കുറേ വെറൈറ്റീസ് ഉണ്ടെങ്കിലും എപ്പോഴും ട്രൈ ചെയ്യുക ഈ കുട്ടി ഇഡലി ആയിരിക്കും, സാമ്പാർ ഡിപ്പ് ചെയ്തിട്ടുള്ള ഈ ഇഡലിയാണ് കേട്ടോ ട്രൈ ചെയ്യാറുള്ളത്. ബബ്ബൂര് ഞാനൊരു പ്ലേറ്റൊക്കെ കൊടുത്ത് സൈഡാക്കി ഇരുത്തിയില്ലെങ്കിൽ ആരെയും കഴിക്കാനൊന്നും സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒളിഞ്ഞ് നോക്കും കേട്ടോ, ഇവളെന്താ ചെയ്യുന്നതെന്നുള്ള രീതിക്ക്. അത് കഴിഞ്ഞ് ഇവൻ്റെ അവിടെയൊക്കെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ നമ്മൾ തിരിച്ച് പോവുകയെന്ന് പറഞ്ഞാൽ മീൻ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഷോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ സ്ഥിരം ട്രൈ ചെയ്യുന്ന ഷോപ്പില്ലാതെ വേറൊരു ഷോപ്പുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അവിടെ എങ്ങനെയുണ്ട് മീനെന്ന് അറിയാൻ വേണ്ടി കരുത്, പക്ഷേ കൊള്ളത്തില്ലായിരുന്നു. ഇത് കണ്ടോ, ഈ കൊച്ചുമായിട്ട് ബബ്ബു പെട്ടെന്ന് കമ്പനി അടിച്ചതാട്ടോ. അവിടെ മീൻ വാങ്ങിക്കാനായിട്ട് വന്നൊരു കുട്ടിയാണ്, അവനുമായിട്ട് ഭയങ്കര കമ്പനി അടിച്ചു. ആ കുട്ടി നല്ലൊരു കുട്ടിയായിരുന്നു, ഇവനെ നന്നായി ടേക്ക് കെയർ ചെയ്ത്. പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥിരം മീൻ വാങ്ങിക്കുന്ന ഷോപ്പിലോട്ട് തന്നെ എത്തി. കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു ഇതായിട്ട് മീൻ വാങ്ങിക്കാനായിട്ട് പറ്റും. കുറേ നാളായിട്ട് വാങ്ങിക്കുന്ന തൊട്ട് ഇവിടെ നിന്ന്. അപ്പം നോക്ക്, നമ്മൾ മീൻ വാങ്ങിച്ച് വെളിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ബബ്ബു ലാലും കൂടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ ഈ ഇവരുടെ തന്നെ മീൻ ഇവരിങ്ങനെ കുക്ക് ചെയ്തൊക്കെ കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മീനൊക്കെ നമ്മൾ വാങ്ങിയിട്ട് ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവരെ കളി ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇറച്ചിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും ഒക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ബൈ.